തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ പൂർണ്ണമായും മുടങ്ങും. ഇന്ന് നടത്താനിരുന്ന 10-ലധികം ശസ്ത്രക്രിയകളാണ് മാറ്റിവെച്ചത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് തീർന്നതോടെയാണ് ഗുരുതര പ്രതിസന്ധിയുണ്ടായത്. സ്റ്റോക്ക് പുതുക്കാൻ ഇതുവരെ ആശുപത്രി അധികൃതർ നടപടിയെടുത്തിട്ടില്ല. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിസന്ധി തന്നെയാണ് ശ്രീചിത്രയിൽ നേരിടുന്നത്. കാരണം ഇന്നിപ്പോൾ മേജറായിട്ടുള്ള 10ഓളം സർജറികൾ മുടങ്ങുമെന്ന് മനസ്സിലാക്കുന്നു. ഇതിനൊരു പ്രശ്നപരിഹാരം ഇനി ഉണ്ടാകില്ല എന്നാണോ? അമൃത, ഗുഡ് മോർണിംഗ്. മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ പ്രതിസന്ധിയിലൂടെയാണ് ശ്രീചിത്ര ഇപ്പോൾ കടന്നു പോകുന്നത്. ശ്രീചിത്രയിൽ ഇവിടെ തിരുവനന്തപുരത്തുള്ള ആളുകൾ മാത്രമല്ല ആശ്രയിക്കുന്നത്. കേരളത്തിലെ മറ്റു പല ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് രോഗികൾ വന്ന് ഇവിടെ ചികിത്സ തേടി ശസ്ത്രക്രിയക്കടക്കം വിധേയമാകുന്ന ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, തമിഴ്നാടിന്റെ പല ജില്ലകളിൽ നിന്നും, കന്യാകുമാരി, തേനി, മധുര അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈ പറയുന്ന ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചികിത്സയ്ക്ക് വന്ന ആളുകളുണ്ട്. അവരടക്കമുള്ള ആളുകളെ ഇപ്പോൾ ശസ്ത്രക്രിയ നടക്കാത്ത സാഹചര്യത്തിൽ ഇവിടുന്ന് പറഞ്ഞുവിടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ന്യൂറോ ഇന്റർവെൻഷണൽ ശസ്ത്രക്രിയകളാണ് ഇന്നിപ്പോൾ മുടങ്ങുക. ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിലെ ഉപകരണങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു കാലഹരണപ്പെടുകയും അതുപോലെ ഉപകരണങ്ങൾ ഇല്ലാതാവുകയും ചെയ്തിട്ട് അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശ്രീചിത്രയിൽ ആ പ്രശ്നം നേരിടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഡോക്ടർമാർ കൃത്യമായിട്ട് ശ്രീചിത്ര മാനേജ്മെന്റിനെ അറിയിക്കുകയും ഉപകരണങ്ങൾ റീപ്ലേസ് ചെയ്യണം, അത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് കൊണ്ടുവരുന്നതിലടക്കം വലിയ കാലതാമസം നേരിടുകയാണ്. ഒരു കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കുകയും ആ കമ്പനി കരാർ പ്രകാരം ഇവിടേക്ക് 2023 വരെ ഇവിടത്തേക്കുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു. ആ ഉപകരണങ്ങൾ, അതായത് ഈ കരാർ 2023 ശേഷം പുതുക്കണം എന്നുള്ള ഒരു നിലപാട് കമ്പനി സ്വീകരിക്കുകയും എന്നാൽ ഒരു വർഷത്തിന് ശേഷം കരാർ പുതുക്കാം എന്നുള്ള നിലപാട് ശ്രീചിത്ര മാനേജ്മെന്റ് സ്വീകരിക്കുകയുമാണ് ചെയ്തത്. അപ്പോഴും ആ കമ്പനി പറഞ്ഞിരുന്നത് ഇവിടേക്ക് ഉപകരണങ്ങൾ കൊണ്ടുവന്നില്ല, കരാർ പുതുക്കിയില്ലെങ്കിൽ ഉപകരണങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾ നിർത്തും എന്നുള്ള കാര്യം കമ്പനി അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോഴും താൽക്കാലികമായിട്ട് 2023 ശേഷം ഒരു വർഷത്തേക്ക് ഉപകരണങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ കരാർ പുതുക്കാതെ വന്നതോടുകൂടി കമ്പനി തന്നെ ഉപകരണങ്ങൾ തിരികെ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അതിനുശേഷവും ഇവിടുത്തെ ഡോക്ടർമാർ വളരെ കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ ഇവിടുത്തെ മാനേജ്മെന്റ് ഡയറക്ടറെ അറിയിക്കുകയും ഇതിനകത്ത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അപ്പോഴും മാനേജ്മെന്റ് അടങ്ങിയില്ല. ജം എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഉപകരണങ്ങളടക്കം വലിയ തരത്തിലുള്ള ഈ പറയുന്ന ക്വാളിറ്റി ഇല്ലാത്ത ഉപകരണങ്ങളാണ് എന്നുള്ള വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ എഹ്റയും MP അടക്കമുള്ള ആളുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നപരിഹാരത്തിന് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തടക്കം അയച്ചിരുന്നു. അതിനകത്ത് കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇന്ന് 8:30 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശ്രീചിത്രയിലേക്ക് വരുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ ശ്രീചിത്രയിലെ ഒരു അവസ്ഥ കാണാം. ഇവിടെ ഇപ്പോൾ കുറേയധികം നായ്ക്കളുള്ളതല്ലാതെ ഒരു ഡോക്ടർ പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു രോഗി പോലും ഇല്ല എന്ന് കുറേ ആളുകൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പോലും കുറേയധികം നായ്ക്കളുണ്ട്. രോഗികളെക്കാൾ കൂടുതൽ ഈ മെഡിക്കൽ കോളേജ് പരിസരത്തുള്ളത് നായ്ക്കളാണ്. ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും വലിയ ഭയമാണ്. നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് മുമ്പിലാണ് തെരുവുനായകൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഈ ആശുപത്രി നൂറുകണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്ന ആശുപത്രിയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. അടുത്ത 3 ദിവസത്തേക്ക് ശസ്ത്രക്രിയകൾ മുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ 3 ദിവസത്തേക്ക് ആയിരിക്കില്ല, കൂടുതൽ ദിവസത്തേക്ക് ശസ്ത്രക്രിയകൾ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ന്യൂറോ റേഡിയോളജി ഇന്റർവെൻഷണൽ ശസ്ത്രക്രിയകളാണ് മുടങ്ങുക. മറ്റ് ശസ്ത്രക്രിയ, പീഡിയാട്രിക് സർജറി ഒന്നും ഇന്നിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ വലിയ കുഴപ്പമുണ്ടാകില്ല. അതേസമയം കാർഡിയാക് സർജറി നടക്കുമെന്ന് പറയുന്നു. പക്ഷേ അവിടെയും നിലവിൽ ഒരുപക്ഷെ ആ പ്രതിസന്ധി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നത്തേക്ക് നോക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള മേജർ സർജറികളെല്ലാം തന്നെ മുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതൊക്കെ നേരത്തെ തന്നെ അധികൃതരെ വിവരം അറിയിച്ചതാണ് അവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് പുതുക്കാൻ ഇതുവരെ ആശുപത്രി അധികൃതർ നടപടിയെടുത്തില്ല? എന്താണ് പ്രതിസന്ധിയാകുന്നത് എന്ന് പറയുന്നുണ്ടോ അവർ? അമൃത, അതിനകത്ത് ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉപകരണങ്ങൾ എത്തിക്കേണ്ടതാണ്. അതിനകത്തും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. അതല്ല എങ്കിൽ മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും വീഴ്ച വരുത്തി എന്നുള്ളത് നിസ്സംശയം പറയാം. പ്രത്യേകിച്ച് കരാർ കമ്പനി പറയുന്നുണ്ട് കരാർ പുതുക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഉപകരണങ്ങൾ തരില്ല എന്ന് കമ്പനി തീർത്ത് പറയുന്നുണ്ട്. 2023 വരെ ഉപകരണങ്ങൾ എത്തിച്ച കമ്പനി ഈ മറ്റു ഉപകരണങ്ങളുടെ, ഈ പറയുന്ന സർജറിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഭീമമായിട്ടുള്ള തുക വലിയ തരത്തിൽ കൂടിയത്
കാരണം അത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നടക്കം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അതിന്റെ വില കൂടിയതടക്കമുള്ള കാര്യങ്ങളാൽ ഈ കരാർ പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ചെയ്യാൻ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഇത്തരം ഒരു പ്രതിസന്ധി ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. അതിനകത്ത് മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഡോക്ടർമാർ വളരെ കൃത്യമായിട്ട് മാനേജ്മെന്റിനെ അറിയിച്ചതാണ് ഈ രീതിയിലേക്കുള്ള സാഹചര്യം തുടർന്നാൽ ഒരുപക്ഷേ സർജറി മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് പോകും, രോഗികൾ വലയും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചതാണ്. അപ്പോൾ എന്തുകൊണ്ട് മാനേജ്മെന്റ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളത് ചോദ്യമായി നിലനിൽക്കുന്നു. ഇനിയിപ്പോൾ ശസ്ത്രക്രിയ മുടങ്ങും എന്നുള്ള ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എത്ര ദിവസത്തേക്ക് ശസ്ത്രക്രിയകൾ മുടങ്ങും, എന്നത്തേക്ക് പുതിയ ഉപകരണങ്ങൾ എത്തിക്കും, അതൊക്കെ ചോദ്യമായി നിലനിൽക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് ശ്രീചിത്ര മാനേജ്മെന്റും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഒക്കെ മറുപടി പറയേണ്ടതാണ്. ഇനി ഇതിനകത്ത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് അറിയേണ്ടതാണ്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ട്. അതിനകത്തും കേന്ദ്രത്തിന്റെ മറുപടി ഉണ്ടായിട്ടില്ല. എന്തായാലും വലയാൻ പോകുന്നത് രോഗികളാണ്. കേരളത്തിലെ മാത്രമല്ല മറ്റ് പല അയൽ സംസ്ഥാനത്തുള്ള ആളുകൾ പോലും ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ശ്രീചിത്ര. എന്തായാലും ഇത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്കാണ് നിലവിലത്തെ സാഹചര്യം പോകുന്നത്. അമൃത.